എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയ പിക്സ്. അയ്യോ ഇനിയൊന്നും ചെയ്യാനില്ലേ, ഇത്രയേ ഉള്ളൂ, എന്ത് എളുപ്പം, എന്നാൽ എന്താ ടേസ്റ്റ് എന്നൊക്കെ തോന്നിപ്പോകുന്ന ഒരു ചിക്കൻ പെരട്ട് അല്ലെങ്കിൽ പെരളൻ്റെ റെസിപ്പിയാണ് ഇത്. റോസ്റ്റ് എന്നൊക്കെ തന്നെ നമുക്ക് പറയാം. ട്രഡീഷണൽ പെരളൻ്റെ റെസിപ്പിയല്ല, നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, അപ്പത്തിൻ്റെയൊക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്, ചപ്പാത്തിയുടെയൊക്കെ കൂടെ. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നമ്മളിത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. മീഡിയം സൈസായിട്ടുള്ള പീസസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് എല്ലാം കൂടെ കുക്കറിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി അരമുറി നാരങ്ങയുടെ നീര് കൂടി നമുക്കിതിലേക്ക് പിഴിഞ്ഞ് ചേർക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കുക്കറിലിട്ട് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊരു പാത്രത്തിൽ കാണിക്കുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളകും തേങ്ങാക്കൊത്തും 2 പിടി കൊച്ചുള്ളിയും ചേർത്ത് കൊടുക്കണം. കൊച്ചുള്ളി വലുതൊക്കെ ഇതുപോലെ ഒന്ന് 2ആയിട്ട് അരിഞ്ഞിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അരിഞ്ഞെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല, ചെറിയ കൊച്ചുള്ളി ആണെങ്കിൽ അതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്താലും മതി. തേങ്ങാക്കൊത്ത് നമ്മൾ മുഴുവൻ ഉപയോഗിക്കുന്നതിൻ്റെ പകുതി മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ഇതുപോലെ വലുപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിത്രയും ചേർത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ കുക്കറിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താലും മതി. ഇങ്ങനെ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇനി നമുക്കിത് കുക്കറിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്കറില്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അടച്ച് വെച്ചൊരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താലും മതി. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ആ പാത്രം ഒന്ന് കഴുകിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നല്ലൊരു മണത്തിനായിട്ട് ബേ ലീവ്സും കൂടി ചേർത്ത് കൊടുക്കുക. കറിവേപ്പില വിസിലിൽ വന്ന് അടയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് താഴേക്കാക്കി കൊടുക്കുകയാണ്. മീഡിയം ലോ ഫ്ലെയിമിൽ 1 വിസിലാണ് നമ്മളിവിടെ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ചിക്കൻ്റെ വേവ് അനുസരിച്ച് 1-2 വിസിൽ വേണ്ടി വരും. ബ്രോയിലർ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 വിസിൽ മതിയാകും. അപ്പോൾ ഈ സമയം കൊണ്ട് ചിക്കൻ 1 വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു മീഡിയം ലോ ഫ്ലെയിമിൽ. 3/4 വേവൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളം നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് സ്റ്റെപ്സേ ബാക്കിയുള്ളൂ, അത്ര പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ട് തന്നെ രാവിലെയൊക്കെ അപ്പത്തിന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി തീരെ സമയമില്ലാന്ന് വെച്ചാൽ ഇങ്ങനെ കുക്കറിൽ കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് പിറ്റേന്ന് രാവിലെ എടുത്ത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരുന്ന സമയത്ത്. ഇനി ഒരു കടായിലേക്കോ അല്ലെങ്കിൽ പാനിലേക്കോ നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഓർക്കാതെ നമ്മൾ വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ. വെളിച്ചെണ്ണയിൽ ചെല്ലുമ്പോഴാണ് ഒരു നാടൻ ടേസ്റ്റൊക്കെ കിട്ടുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണം, 5-6 വെളുത്തുള്ളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. തീരെ കനം കുറച്ച് നീളത്തിലാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഈ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ എടുത്ത തേങ്ങാക്കൊത്തിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. മൊത്തം ഒരു ചെറിയ പിടി തേങ്ങാക്കൊത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. 2 തരത്തിലെ എണ്ണ ചേർത്തത് കൊണ്ട് തന്നെ ഇത് പതയ്ക്കും കേട്ടോ. നമ്മളെപ്പോഴും 2 ടൈപ്പിലെ എണ്ണ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എണ്ണ പതയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് നല്ലൊരു മണമൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 സവാളയുള്ളി തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കളറൊക്കെ മാറി വരുന്നതായിരിക്കും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നിടവരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുക. വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി കളറായിട്ടുണ്ടായിരുന്നു. ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂണാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കശ്മീരി ചില്ലി പൗഡറാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ച് പൊടികളുടെ പച്ചമണമാക്കി ഒന്ന് മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ആദ്യം കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ വേവിച്ചതിൻ്റെ അകത്ത് അത്യാവശ്യം വെള്ളമൊക്കെ കാണാം. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ചിക്കന് വേവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവുന്നിട വരെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ചിക്കൻ ഓൾറെഡി വെന്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം 3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി നമുക്കിത് തുറന്ന് വെച്ച് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് ചാറക്കി ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം. ഇടയ്ക്ക് നമ്മളിത് അടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വളരെ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി വരും. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് കാര്യങ്ങളോടെ ചേർത്ത് കൊടുക്കാനുള്ളൂ. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം.
1 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ ഗരം മസാല ചേർത്ത് കൊടുക്കുക. മല്ലിയില ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1.25 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ദാ ചിക്കനിൽ നല്ല പെരണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ പെരളൽ ഉണ്ടാക്കുമ്പോൾ ഇത്രയും ഫ്ലേവർഫുള്ളൊന്നും ആയിരിക്കില്ല, കുറച്ച് സ്പൈസി ആയിരിക്കും. എന്നാൽ ഇത് നമ്മൾ നല്ല ഫ്ലേവർഫുള്ളായിട്ട്, എന്നാൽ ഒരുപാട് സ്പൈസി ഒന്നും അല്ലാതെയാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടി വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ കാണുന്നതിലും വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അത് ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ, ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മടിക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പി വീഡിയോ അല്ലെ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.